ഈ സിനിമ പുറത്തിറങ്ങും വരെ മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും അതുപോലെ മുരളി ഗോപി അടക്കമുള്ളവരെയൊക്കെ നന്നായി പുകഴ്ത്തിയ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ, സംഘപരിവാർ അനുകൂല ഹാൻഡിലുകൾ പെട്ടെന്ന് സിനിമ കണ്ട ശേഷം വ്യാപകമായ വിദ്വേഷ പരാമർശങ്ങൾ അടക്കമുള്ളവ കൊണ്ടുകൊണ്ട് പ്രചരണം നടത്തുകയാണ്. അതിൽ മോഹൻലാലിൻ്റെ കേണൽ പദവി വരെ തിരിച്ചെടുക്കണമെന്ന രൂപത്തിൽ വരെ അവരുടെ പ്രചരണം നീളുന്നുണ്ട്. എന്തൊക്കെയാണ് BJP അല്ലെങ്കിൽ ഈ സംഘപരിവാർ അനുകൂല ഹാൻഡിലുകളെ അസ്വരസപ്പെടുത്തിയ ഘടകങ്ങളുള്ളത്? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പ്രധാനമായിട്ടും ഇത് രണ്ടാം പാർട്ടാണല്ലോ, ഒരു സിനിമയുടെ സെക്കൻഡ് പാർട്ടാണല്ലോ. ഇപ്പോൾ സെക്കൻഡ് പാർട്ട് വരുമ്പോൾ നോർമലി ആദ്യത്തെ പാർട്ടിൻ്റെ ഒരു സെയിം ട്രീറ്റ്മെൻറ്റ് മാത്രമേ ഇതിലുണ്ടാകുള്ളൂ, അതുപോലെ രാഷ്ട്രീയം പറഞ്ഞ പോലെ ഉണ്ടാവുള്ളൂ എന്നായിരിക്കും ഇവർ വിചാരിച്ചിട്ടുണ്ടാവുക. ഇതൊരു പാൻ ഇന്ത്യൻ സെനാരിയോയിൽ ഇന്നത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എവിടെ നിന്നാണ് ഇവോൾവ് ചെയ്ത് വന്നത്, ആ എവല്യൂഷന് വേണ്ടിയിട്ട് എന്താണ് അവരുപയോഗിച്ച ആയുധം, അത് ഈ ഗോദ്രയിൽ സബർമതി എക്സ്പ്രസിൻ്റെ ബോഗിക്ക് തീപിടുത്തം ഉണ്ടായതിനെ എങ്ങനെയാണ് ഒരു പൊളിറ്റിക്കൽ ക്യാപിറ്റലായിട്ട് ഉപയോഗിച്ചത്, അതിനുശേഷം ഉണ്ടായ ഈ ആസൂത്രിതമായി സംഘടിപ്പിക്കപ്പെട്ട ഒരു വംശഹത്യാ ശ്രമത്തെ എങ്ങനെ ഉപയോഗിച്ചു, ഇത്തരം കാര്യങ്ങളൊന്നും പരാമർശിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയൊന്നും ആർക്കും ഉണ്ടാവില്ല. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിനാരിയോയിലായിരിക്കും ഈ സിനിമ ഉണ്ടാവുക എന്നുള്ളതൊന്നും ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മോഹൻലാൽ സംഘപരിവാർ കക്ഷികളെ സംബന്ധിച്ച്, സംഘപരിവാർ ബന്ധമുള്ള ആളുകളെ സംബന്ധിച്ച് മോഹൻലാൽ ഏറ്റവും അവരുടെ അടുപ്പമുള്ള ഒരാളാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ബ്ലോഗുകളിലൂടെ പലകുറി ഇത്തരം ഇപ്പോൾ നരേന്ദ്രമോദിയെ പ്രകീർത്തിക്കുക, മോദി സർക്കാരിൻ്റെ തീരുമാനങ്ങളെ പിന്തുണയ്ക്കുക, അങ്ങനെയുള്ള പല സംഗതികളും മോഹൻലാൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏറ്റവും അറിയാവുന്നത്, ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാവണമെങ്കിൽ ഇപ്പോൾ കോവിഡ് കാലത്ത് പാത്രം കൊട്ടണം എന്ന് പറഞ്ഞപ്പോൾ അത് അങ്ങനെ കൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വൈറസുകളൊക്കെ പോയിക്കൊള്ളുമെന്ന് ശബ്ദ സന്ദേശം ഇട്ട ആളാണ് മോഹൻലാൽ. അപ്പോൾ അത്രയും എന്താ പറയുക, സ്വന്തം ആളാണ് എന്ന് അവർ കണക്കാക്കിയ ഒരു വ്യക്തിയാണ് മോഹൻലാൽ. അപ്പോൾ മോഹൻലാലിൻ്റെ സിനിമയിൽ ഒരിക്കലും ഇതൊന്നും പരാമർശിക്കുന്നുണ്ടാവില്ല എന്നാണ് അവർ ധരിച്ചു വശമായത്. അപ്പോൾ അത് വന്നു എന്നുള്ളത് ഉണ്ടാക്കിയ ഒരു പ്രശ്നമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേറൊരു നിലയ്ക്ക് ആലോചിച്ചാൽ ഒരുപാട് പ്രൊപ്പഗാൻഡ ഫിലിംസ് അവർ തന്നെ പ്രൊമോട്ട് ചെയ്യും. ഇപ്പോൾ കാശ്മീർ ഫയൽസ്, കേരള സ്റ്റോറി, സബർമതി റിപ്പോർട്ട്, ഏറ്റവും കൂടുതൽ ചാവ, അങ്ങനെ പല സിനിമകൾ ഇത്തരം പ്രൊപ്പഗാൻഡ ഫിലിംസായിട്ട് സംഘപരിവാർ തന്നെ ഫണ്ട് ചെയ്ത് നിർമ്മിച്ച് വിതരണം ചെയ്ത് അതിന് കോൺട്രവേഴ്സി ഉണ്ടാക്കി അത് മാർക്കറ്റ് ചെയ്ത് വിജയിപ്പിച്ചിട്ടുണ്ട്. അതിലൂടെ തെറ്റായ വിവരങ്ങൾ ആളുകളുടെ മനസ്സിലേക്ക് എത്തിക്കാൻ വലിയ തോതിൽ അവർ വിജയിച്ചിട്ടുമുണ്ട്. അപ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ ഇതിനൊരു കൗണ്ടർ നറേറ്റീവുള്ള, അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യവുമായി ചേർന്ന് നിൽക്കുന്ന വിധത്തിലുള്ള പരാമർശങ്ങൾ അടങ്ങുന്ന ഒരു സിനിമ അവരുടെ പ്രതിനിധികൾ കൂടി അംഗങ്ങളായ സെൻസർ ബോർഡിൻ്റെ, അവർ നോമിനേറ്റ് ചെയ്ത ആളുകളുള്ള സെൻസർ ബോർഡിൻ്റെ അനുമതിയോടുകൂടി പ്രദർശനത്തിന്, ആ സെൻസർ ബോർഡിലിരിക്കുന്ന മനുഷ്യന്മാർ പോലും ഇതൊന്നും കണ്ടില്ലേ എന്നുള്ള ചോദ്യമൊക്കെയാണ് അവർ ചോദിക്കുന്നത്. അതൊരു വലിയ ഷോക്കായിട്ടുണ്ട് അവർക്ക്. അതിൻ്റെ ബാക്കിയാണ് ഈ കാണുന്നത്. കാരണം സിനിമയ്ക്ക് തൊട്ട് മുമ്പ് BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ പുതിയതായിട്ട് വന്നതാണ്. അദ്ദേഹം പറഞ്ഞത് സിനിമ പ്രൊമോട്ട് ചെയ്തുകൊണ്ടുള്ളൊരു പോസ്റ്റ് ഇട്ടു. അപ്പോഴും അവരൊക്കെ വിശ്വസിക്കുക ഒരുപക്ഷെ ഈ എന്താ പറയുക, മോഹൻലാലിനായിരിക്കും. മോഹൻലാലിൻ്റെ ഒരു അനുഭാവവും ഒക്കെ നേരത്തെ ഉള്ളതുകൊണ്ട് അദ്ദേഹം ഒരിക്കലും ഇത്തരം പ്രോജക്റ്റിൻ്റെ ഭാഗമാകില്ല എന്നൊരു പക്ഷേ അവർ വിചാരിച്ച് കാണണം. അതുപോലെ മുരളി ഗോപിയെക്കുറിച്ച് നേരത്തെ അദ്ദേഹം രചന നിർവഹിച്ച സിനിമകളുടെ ഉള്ളടക്കം വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു സംഘപരിവാർ ചായ ഉണ്ട് എന്ന് പറയാം, അല്ലെങ്കിൽ ആ ചായ ഉണ്ടോ എന്ന് വേണമെങ്കിൽ സംശയിക്കാം. അപ്പോൾ അവിടെയും ഒരു ആശങ്ക സംഘപരിവാർ ഹാൻഡിലുകൾക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് അവർ ഇതിനെ വല്ലാതെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടാവുക. പുറത്തിറങ്ങിയപ്പോഴാണ് ഇത് ആകെ പാളിപ്പോയി എന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ പിന്നെ ഇതല്ലാതെ വേറെ മാർഗമില്ല. മാത്രമല്ല വേറൊരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗോദ്രയിലെ ട്രെയിനിലുണ്ടായ തീപിടുത്തം, അതിനെ എങ്ങനെയാണ് രാഷ്ട്രീയമായി ഉപയോഗിച്ചത്, എത്ര മെറ്റിക്കുലസ് ആയിട്ടാണ് അത് ഉപയോഗിച്ചത്. ആ പൊളിറ്റിക്കൽ ക്യാപിറ്റലിൻ്റെ പുറത്ത് 23ാമത്തെ വർഷവും അധികാരത്തിൽ തുടരുകയാണ് ഒരു രണ്ട് വ്യക്തികൾ. ഒന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. ആ വ്യക്തികളുടെ ബലത്തിലാണ് സംഘപരിവാരം അവരാദ്യമായിട്ട് ഇന്ത്യയിൽ ഒറ്റയ്ക്ക് ഭരണത്തിൽ വരുന്നത്. സംഘപരിവാരത്തിൻ്റെ പൊളിറ്റിക്കൽ ഫോമായ BJP. അവർക്ക് ആഗ്രഹമുള്ള സംഘപരിവാരം കുറേ കാലമായിട്ട്, അല്ലെങ്കിൽ RSS കുറേ കാലമായിട്ട് അവരുടെ ഇഷ്ട വിഷയങ്ങളായി കൊണ്ടുനടന്നിരുന്ന പല സംഗതികളും
നടപ്പാക്കിയെടുക്കാൻ സാധിച്ചത് ഈ കാലത്താണ്. അപ്പോൾ അതിൻ്റെ മുഴുവൻ പൊളിറ്റിക്കൽ ക്യാപിറ്റലാണ് ഈ ഗോദ്രയിലെ ട്രെയിനിലുണ്ടായ തീപിടുത്തത്തെ വേറൊരു നറേറ്റീവ് ഉണ്ടാക്കി ചിത്രീകരിച്ച് ഒരു വർഗീയ കലാപം സൃഷ്ടിച്ച്, അതായത് അവിടെ മരിച്ച ആളുകളുടെ മൃതദേഹം അഹമ്മദാബാദിൽ കൊണ്ടുവന്ന് പൊതുദർശനത്തിന് വെച്ച് ആളുകളുടെ ഇമോഷൻ വളർത്തി വലുതാക്കി ബന്ദിന് നടത്താൻ സകല സന്നാഹം ചെയ്തു കൊടുത്ത് ആക്രമണം ഉണ്ടായപ്പോൾ പോലീസിനെ പിൻവലിച്ച് നിർത്തി 2 മന്ത്രിമാരെ പോലീസ് കൺട്രോൾ റൂമിൽ നിയോഗിച്ച് ഈ ഓപ്പറേഷൻസ് മുഴുവൻ നടത്തിയ ആളുകളാണ് ഈ ഇത്രയും കാലം, അതായത് ആ ക്യാപിറ്റലിൻ്റെ പുറത്താണ് ഈ 23 വർഷമായിട്ട് അധികാരത്തിൽ തുടരുന്നത്. അപ്പോൾ ഇതാണ് പൊളിറ്റിക്കൽ ക്യാപിറ്റൽ എന്ന് ഒരു സിനിമ, അതും ഒരു ബോക്സ് ഓഫീസ് ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമ. നമ്മളിപ്പോൾ ഗുജറാത്ത് കലാപം പ്രമേയമായിട്ടുള്ള സിനിമ വേറെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ടി വി ചന്ദ്രൻ തന്നെ ഒരു സിനിമ എടുത്തിട്ടുണ്ട്, കഥാവിശേഷൻ എന്ന് പറഞ്ഞാൽ. അതിൽ ഗുജറാത്ത് കലാപമാണ് പ്രമേയം എന്നൊരു പക്ഷേ പലർക്കും മനസ്സിലാവുക പോലും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ആ സിനിമ പൂർണ്ണമായും സൂക്ഷ്മമായി ഇങ്ങനെ കണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. ടുവേർഡ്സ് എൻഡൊക്കെയാണ് അത് നമുക്ക് മനസ്സിലാവുക. ഇതങ്ങനെയല്ല. ഇതാ സിനിമ തുടങ്ങുന്നത് തന്നെ ഈ വിഷ്വലും ഈ കാര്യങ്ങളൊക്കെ പരാമർശിച്ചുകൊണ്ടാണ്. അതിൽ തന്നെ പലതും ബാബു ബജ്രംഗി എന്ന് പറയുന്ന ബജ്രംഗ് ദളിൻ്റെ പ്രവർത്തകൻ ഈ എന്താ പറയുക ഇൻ ക്യാമറ എന്ന് പറഞ്ഞിട്ടുള്ളൂ, സ്പൈ ക്യാമിൽ പറഞ്ഞ പല കാര്യങ്ങളും വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്. അതായത് ഗർഭിണിയുടെ വയറ് പിളർന്ന് ഗർഭസ്ഥ ശിശുവിനെ പുറത്തെടുത്തു എന്നുള്ള വിവരങ്ങളൊക്കെ അയാൾ എന്താ പറയുക സ്പൈ ക്യാമിൽ പറഞ്ഞതാണ്. ആ വിവരങ്ങളൊക്കെ ചിത്രീകരിക്കുകയോ കാണിക്കുകയോ അല്ലെങ്കിൽ പരാമർശിക്കുകയോ ചെയ്യുമ്പോൾ ചെറിയ പ്രശ്നമല്ല സംഘപരിവാറുകാർക്കുണ്ടാകുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പൊതുവിൽ ഇത്തരം ബോക്സ് ഓഫീസ് സിനിമകൾ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഇത് വെറുതെ എന്താ പറയുക ഈ BJP സൃഷ്ടിക്കുന്ന ഒരു BJPക്കെതിരെ പറയുന്ന ഒരു കള്ളപ്രചാരണമാണ് ഇത്രയും കാലം എന്ന് സംഘപരിവാറുകാർ പറഞ്ഞു തന്നതിൽ അത് തന്നെ അല്ലല്ലോ എന്നൊരു തോന്നൽ ഈ സംഘപരിവാർ പ്രചരണം വിശ്വസിച്ച ആളുകളുടെ മനസ്സിൽ പോലും ഉണ്ടായിപ്പോകും. അതാണ് അവരെ ഭയപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് അവരിത് ഇത്ര ശക്തമായിട്ട് രംഗത്ത് വരുന്നത്.